പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവരും മഴയുണ്ടോ? ഇവിടെ തകർത്ത് പെയ്യുകയാണ്. ഇന്ന് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ പറഞ്ഞ ചൂടോടെ ചൂട്. പക്ഷേ ഇത് രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ്. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു വീഡിയോ ചെയ്യുമ്പോഴും ഈ മഴയുടെ സൗണ്ട് കിട്ടും എന്ന് തോന്നുന്നു. അതേ ക്ഷമിക്കുമല്ലോ. അപ്പം പുതിയ വിശേഷങ്ങളുമൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ദൃശ്യത്തിൻ്റെ വിശേഷങ്ങൾ തന്നെയാണ്. ദൃശ്യത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനാണ് നമ്മുടെ സബ്സ്ക്രൈബർമാരൊക്കെ ഇപ്പം ഇഷ്ടപ്പെടുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ലൈവായിട്ട് നിൽക്കുന്നവരെ അവരുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം ദൃശ്യം 3 പല റെക്കോർഡുകളും തിരുത്തി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലാലേട്ടൻ്റെ 5ാമത്തെ 100 കോടി ദൃശ്യം 3 കൊണ്ട് തന്നു. ഇതിനിടയിൽ കേരളത്തിൽ വമ്പൻ കളക്ഷനാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസവും കളക്ഷൻ വർധനവ്, ഇന്ന് ഞായറാഴ്ച ദിവസവും വമ്പൻ കളക്ഷൻ വർധനവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് 40 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ എത്തും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ വേൾഡ് വൈഡ് കളക്ഷനും അതേ നിലയിൽ ഒരു 145-50 കോടിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇതിനിടയിൽ ഓവർസീസിൽ നിന്നുള്ള കളക്ഷനൊക്കെ വമ്പൻ കളക്ഷനാണ്. അതുപോലെ ഗൾഫ് മേഖല, വിദേശ രാജ്യങ്ങൾ, വേറെ എന്താ കേരളത്തിൽ നിന്ന്. കേരളത്തിൽ പിന്നെ അറിയാം, നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ സ്വന്തമാണല്ലോ. പിന്നെ കേരളത്തിലല്ലാതെ വേറെ എവിടെ കളക്ഷൻ കിട്ടാനാണേ എന്ന് ചോദിക്കില്ലേ. ലാലേട്ടൻ ചിത്രങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എമ്പുരാന് ശേഷം ലോക മാർക്കറ്റ് മൊത്തം തുറന്നിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പലയിടത്തും മികച്ച രീതിയിലുള്ള കളക്ഷൻ വിദേശ രാജ്യങ്ങളിലെ, ഗൾഫ് മേഖലയിലെ ഒക്കെ തന്നെ മികച്ച രീതിയിലുള്ള കളക്ഷൻ ലാലേട്ടൻ ചിത്രങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മറ്റു മലയാള ചിത്രങ്ങളുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ലാലേട്ടൻ ചിത്രങ്ങൾക്ക് ഒരു കളക്ഷൻ, ആവറേജ് കളക്ഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനിടയിലാണ് നമ്മളെ എപ്പോഴും ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷനാണ് കർണാടകത്തിൽ നിന്ന് സ്ഥിരമായിട്ടുണ്ടാകുന്നത്. കർണാടക കളക്ഷൻ എന്ന് പറയുന്നത് എന്നെ പലപ്പോഴും ഞെട്ടിക്കാറുണ്ട്. കാരണം കർണാടകത്തിൽ ലാലേട്ടൻ്റെ ചിത്രങ്ങൾക്കെല്ലാം ഭയങ്കര മാർക്കറ്റായി മാറുന്നുണ്ട്. ഓരോ ചിത്രം കഴിയും തോറും ആ മാർക്കറ്റ് കൂടി വരുന്നു എന്നുള്ളതാണ്. എമ്പുരാനിൽ തുടങ്ങിയ ആ തരംഗം ഇപ്പോഴും ആഞ്ഞടിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനുള്ള ഒരു കാരണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങി പ്രീഫെയിൽ തന്നെ ഏകദേശം 2 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. അതിനുശേഷം ആദ്യ ദിവസത്തെ കർണാടക കളക്ഷൻ ചിലയിടത്ത് 2,96,00,000 പറയുന്നെങ്കിലും ഇപ്പം നമ്മൾ 2,70,00,000 കൂടുതൽ ആൾക്കാരും പറയുന്നത്. 2,70,00,000 ദിവസം ആദ്യ ദിനത്തിൽ കർണാടകത്തിൽ നിന്ന് കളക്ഷൻ കിട്ടുന്നു. നാളെ മുമ്പ് വരെ നമുക്കിത് വിശ്വസിക്കാനേ പറ്റത്തില്ലായിരുന്നു. പക്ഷേ എമ്പുരാന് ശേഷം നമുക്കത് വിശ്വസിച്ചേ പറ്റൂ. ലാലേട്ടൻ ചിത്രമായ ദൃശ്യം 3 2,70,00,000 ആദ്യ ദിന കളക്ഷൻ. അതൊരു റെക്കോർഡായിരുന്നു. രണ്ടാമത്തെ ദിവസം അത് 1,70,00,000 കർണാടക കളക്ഷൻ. അത് വെള്ളിയാഴ്ചയാണ്, രണ്ടാമത്തെ ദിവസമാണ്. എന്നിട്ട് പോലും 1.5 കോടിക്ക് താഴെ വന്നില്ല എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ ദിവസമായ ശനിയാഴ്ച വീണ്ടും കളക്ഷൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. 2,30,00,000 കളക്ഷൻ വർദ്ധിച്ചു. അങ്ങനെ 6,70,00,000 കർണാടക കളക്ഷൻ. 3 ദിവസത്തെ കളക്ഷനാണ് ഞാൻ പറഞ്ഞത്. ഞായറാഴ്ചയും വമ്പൻ ബുക്കിംഗാണ് കാണുന്നത്. ഞായറാഴ്ച എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ഇന്നലത്തെ പോലെ ശനിയാഴ്ചത്തെ പോലെയോ അതോ അതിക്കും മേലെയോ ഉള്ളൊരു കളക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 9 കോടിയിലേക്ക് കർണാടക കളക്ഷൻ ഇന്നുകൊണ്ട് എത്താനുള്ള സാധ്യതയാണ്. അപ്പോൾ അത് അധികം വൈകാതെ തന്നെ കർണാടകത്തിൽ നിന്ന് 10 കോടി നേടുക എന്ന് പറയുന്ന അസുലഭമായ ഒരു മുഹൂർത്തത്തിന് നമ്മൾ സാക്ഷിയാവും. അത് അന്യസംസ്ഥാനത്തിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ കോടികൾ വാരിക്കൂട്ടുക എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് തന്നെ അത് ഗുണമായി മാറും. കാരണം ഇനിയിപ്പം നമ്മുടെ മാർക്കറ്റ് അങ്ങ് കേരളത്തിൽ മാത്രമല്ലടാ, തമിഴ്നാട്ടിലും ഉണ്ട്, അല്ലെങ്കിൽ കർണാടകത്തിലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ലാലേട്ടൻ ചിത്രങ്ങളുടെ മാർക്കറ്റ് ഒന്നിനൊന്നിന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് ലാലേട്ടന് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് എല്ലാം തന്നെ അത് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന് 100% ഉറപ്പാണ്. അങ്ങനെ കൂടിക്കൂടി കർണാടകയും നമ്മുടെ കൈപ്പതിയിൽ ഒഴുകരുതല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച വമ്പൻ കളക്ഷൻ കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേൾഡ് വൈഡായിട്ടൊരു 150 കോടി
കേരളത്തിൽ നിന്ന് ഒരു 10 കോടിയെങ്കിലും അങ്ങനെ 40 കോടിയിലേക്ക് എത്തുന്നു. കർണാടകത്തിൽ നിന്ന് 9 കോടി കഴിഞ്ഞ് 10 കോടിയിലേക്കുള്ള ഒരു കുതിച്ചുകയറ്റം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. സബലീകരിക്കട്ടെ. മികച്ച രീതിയിലുള്ള ബുക്കിംഗ് കാണുന്നുണ്ട്. ഇന്നത്തെ ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് എല്ലാം എനിക്ക് തോന്നുന്നു നാളത്തേക്കും മറ്റന്നാളത്തേക്കും ഒക്കെയാണ്. അപ്പോൾ കാത്തിരിക്കാം, കാത്തിരുന്ന് കാണാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ.